തെരഞ്ഞെടുപ്പ് പ്രചാരണം കണ്ടു. തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനിച്ചു. തെരഞ്ഞെടുപ്പും അവസാനിച്ചു. സാധാരണഗതിയിൽ രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ അവരുടെ മേഖലകളിലേക്ക് തിരിച്ചുപോയി. ഭരണകർത്താക്കളായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകരുണ്ട്, അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരുണ്ട്. അവരൊക്കെ അവരവരുടെ മേഖലയിലേക്ക് തിരിച്ചുപോയി. പക്ഷേ 365 ദിവസവും ഏതൊക്കെ വാർത്തകളിലും അതൊരു രാഷ്ട്രീയ വാർത്തയാക്കി കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ഒരു വിഭാഗമുണ്ട്. അത് നമ്മുടെ മാധ്യമങ്ങളാണ്. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണില്ലെങ്കിലേ, ഇതേ ദിവസം കഴിഞ്ഞ വർഷം ഈ മാസമാണ് ആലപ്പുഴയിലൊരു കർഷകൻ ആത്മഹത്യ ചെയ്തത്. പ്രസാദ് എന്ന് പറഞ്ഞ ഒരു കർഷകൻ. അദ്ദേഹത്തിൻ്റെ മരണം വളരെ വിഷമകരമാണ്. എന്ന് വെച്ചാൽ ലോൺ കിട്ടിയില്ല എന്നുള്ളതിൻ്റെ പേരിലാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. അത് ആദ്യത്തെ ദിവസം ആ വാർത്ത അങ്ങനെ വരുന്നു. അദ്ദേഹത്തിൻ്റെ മരണമൊഴിയുണ്ട്, ഫോൺ വിളിയുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് തുടർച്ചയായിട്ട് ഒരു 3 ദിവസത്തോളം ആ വാർത്ത തന്നെ ഹാഷ്മി അടക്കം ഏഷ്യാനെറ്റ് അടക്കം ആഘോഷിക്കുന്നു. അങ്ങനെ 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആ വീട്ടിലേക്ക് ആദ്യം തന്നെ എത്തുന്നു. കാരണം കേരള സർക്കാരിനെതിരെയുള്ള ഒരു വാർത്ത എന്നുള്ളതിലുപരി ആരോടും ഇതിനോടുള്ള ഒരു സ്നേഹം കൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിനോടുള്ള സഹതാപം കൊണ്ടോ ഒന്നുമല്ല അവിടെ എത്തിപ്പെടുന്നത്. നമ്മൾക്കറിയാം, മുണ്ടക്കൈ ചൂരൽമല ദുരന്തം നടന്നിട്ട് ഇത്ര ദിവസമായിട്ടൊരു സഹായം കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് കിട്ടേണ്ടത് ആവശ്യം ഉള്ളപ്പോഴേ അവിടെ കുറച്ച് പേരല്ലേ മരിച്ചിട്ടുള്ളൂ, അല്ലെ 3 വാർഡല്ലേ ഒലിച്ചു പോയിട്ടുള്ളൂ എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് BJP നേതാക്കൾ പറയുമ്പോഴേ അതിനെ സൗകര്യപൂർവ്വം വഴിയൊരുക്കി കൊടുക്കുന്ന നമ്മുടെ മാധ്യമങ്ങളെ നമ്മൾ കണ്ടതാണ്. പറഞ്ഞു വരുന്നത്, കഴിഞ്ഞ വർഷം ഇതേ ദിവസം ആ വാർത്ത സിബിൽ സ്കോറുമായി ബന്ധപ്പെട്ടല്ല അദ്ദേഹത്തിൻ്റെ മരണം, അദ്ദേഹത്തിന് ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ് എന്ന് വരുമ്പോഴേ അത് റിപ്പോർട്ട് ചെയ്യാതെ പോയ മാധ്യമങ്ങൾ അതുവരെ ഉണ്ടായ ആ ഒരു കാര്യത്തെ മാറ്റി പറയാനേ അവർ തയ്യാറാവുന്നില്ല. അതെ, അതാണ് കേരളത്തിലെ മാധ്യമധർമ്മം. 365 ദിവസം 24/7 അവർ പ്രവർത്തിക്കുന്നത് എലക്ഷൻ പ്രചാരണം മാത്രമാണ്, അല്ലാതെ വസ്തുതയുമായിട്ട് യാതൊരു വക ബന്ധമുള്ളതല്ല. അതൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ വർഷത്തെ നമ്മൾ ചെയ്ത വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങൾ നമ്മളിവിടെ ചേർക്കുന്നുണ്ട്. നെല്ല് കൊടുത്തത് 5 ലക്ഷം രൂപ എന്റെ പേരിൽ എന്തോ സിബിൽ കാണിക്കുന്നത്. കാരണം ഞാൻ എന്റെ നെല്ല് കൊടുത്തത്, നെല്ല് ഞാൻ അങ്ങോട്ട് കൊടുത്തത്, അവര് കാശ് എനിക്ക് ലോണായിട്ട് തന്നത്. ഇപ്പൊ സിബില് ഞാൻ 5 ലക്ഷം രൂപ സർക്കാരിന് കിടക്കാരനാ. വായ്പ ലഭിക്കാത്തതിന്റെ പേരിൽ പ്രസാദ് ആത്മഹത്യ ചെയ്തിട്ട് ഒരാഴ്ച പിന്നിടുന്നു. സിബിൽ സ്കോർ ഇല്ല എന്നത് പ്രസാദിനെ ആരോ പറ്റിച്ചതാണെന്ന് പറഞ്ഞാലോ? മുഖം ചുളിക്കട്ട. ദ ഫോർത്തിന്റെ അന്വേഷണത്തിൽ പുറത്തുവരുന്ന രേഖകൾ അതാണ് പറയുന്നത്. ഇതാണ് പ്രസാദിന്റെ സിബിൽ സ്കോർ 808. ഇത് ബാങ്കുകൾ വായ്പ അനുവദിക്കാൻ പരിഗണിക്കുന്നതിൽ ഏറ്റവും ഉയർന്ന ശ്രേണിയിലുള്ള സിബിൽ സ്കോറാണ്. 780 മുകളിൽ സിബിൽ സ്കോർ ഉള്ളവർക്ക് വ്യക്തിഗത വായ്പകൾ ലഭിക്കുമെന്ന് മാത്രമല്ല, പലിശ ഇളവും ഉണ്ടാകും. അപ്പോൾ PRS വായ്പയുടെ പേരിൽ കർഷകരുടെ സിബിൽ സ്കോർ കുറയുമെന്നുള്ള പ്രചാരമോ? സിബിൽ സ്കോറിനെ ഇത് ബാധിക്കാറില്ലെന്നാണ് ബാങ്കുകൾ നൽകുന്ന വിവരം. ഈ കുടിശ്ശിക മാത്രം പരിഗണിച്ച് ആർക്കും വായ്പ നിഷേധിക്കാറില്ലെന്നും ബാങ്കുകൾ പറയുന്നു. അതിലും പ്രധാനപ്പെട്ട ഒരു കാര്യം, പ്രസാദിന് PRS വായ്പ കുടിശ്ശിക ഉണ്ടായിരുന്നില്ല എന്നതാണ്. ഇതോടെ ഞങ്ങൾ കൂടുതൽ അന്വേഷിച്ചു, കൂടുതൽ രേഖകൾ പരിശോധിച്ചു. ഇത് ചെന്നെത്തിയത് പ്രസാദിന്റെ പഴയൊരു വായ്പയിലാണ്. 2011 എടുത്ത 25,000 രൂപയുടെ ഈ കാർഷിക വായ്പയുടെ അടവ് മുടങ്ങിയിട്ടുണ്ട്. ഒടുവിൽ 2021 ജനുവരി 15 ഒറ്റത്തവണയായാണ് ഇത് തീർപ്പാക്കിയത്. ഇക്കാര്യം വേണമെങ്കിൽ പുതിയ വായ്പ കൊടുക്കാതിരിക്കാൻ കാരണമായേക്കാം. ഇനിയാണ് ഏറ്റവും പ്രധാന ടേണിംഗ് പോയിന്റ്. കഴിഞ്ഞ 2 വർഷത്തിനിടെ പ്രസാദിനെ വായ്പ അനുവദിക്കാൻ അർഹതയുണ്ടോ എന്ന് ഒരു ബാങ്ക് പോലും പരിശോധിച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കുന്ന രേഖകൾ ദ ഫോർത്തിന് ലഭിച്ചു. പ്രസാദ് മരിച്ച ഇക്കഴിഞ്ഞ നവംബർ 11 മുമ്പ് ഇദ്ദേഹത്തിന്റെ സിബിൽ റെക്കോർഡ് ആരെങ്കിലും പരിശോധിച്ചത് 2 വർഷം മുമ്പാണ്. കൃത്യമായി പറഞ്ഞാൽ 2021 സെപ്റ്റംബർ 14 എന്ന് വെച്ചാൽ ബാങ്കുകളുടെ കയ്യിലൊന്നും നിലവിൽ പ്രസാദിന്റെ സിബിൽ സ്കോർ ഇല്ല. അങ്ങനെയെങ്കിൽ സിബിൽ സ്കോർ കുറവായത് കാരണം ബാങ്ക് വായ്പ അനുവദിക്കില്ലെന്ന് പ്രസാദിനോട് പറഞ്ഞത് ആരാണ്? വായ്പാ അപേക്ഷയുമായി പ്രസാദ് സമീപിച്ചിട്ടില്ലെന്നാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും ഫെഡറൽ ബാങ്കും ബാങ്ക് ഓഫ് ബറോഡയും വ്യക്തമാക്കുന്നത്. ഇത് ശരിയായിരിക്കുമോ? അതോ സിബിൽ സ്കോർ പരിഗണിക്കാതെ തന്നെ വായ്പ തരില്ലെന്ന് പറഞ്ഞ് ബാങ്കുകൾ പ്രസാദിനെ ഒഴിവാക്കിയതാണോ? വസ്തുനിഷ്ഠമായ ഒരു അന്വേഷണം കൊണ്ടേ ഇക്കാര്യം വ്യക്തമാകൂ. അപ്പോഴും ഒരു കാര്യത്തിൽ ഇനി തർക്കമില്ല. വായ്പാ കുടിശ്ശിക വരുത്തിയെന്ന ഇല്ലാത്ത ആരോപണം നേരിടുന്ന സർക്കാരോ അടുത്ത കാലത്തൊന്നും ആരും പരിശോധിക്കാത്ത സിബിൽ സ്കോറോ അല്ല പ്രസാദിന്റെ ആത്മഹത്യക്ക് കാരണം. സോണി, ഇപ്പോൾ സിബിൽ സ്കോറിനെ സംബന്ധിച്ച് അതിൽ എൻക്വയറി നടത്തിയാൽ അല്ലെങ്കിൽ അന്വേഷിച്ചാൽ കൃത്യമായിട്ട് അതിൽ രേഖപ്പെടുത്തി വയ്ക്കും. ഫോർത്ത് ചാനൽ അത് റിപ്പോർട്ട് ചെയ്ത് അങ്ങനെ ഒരു എൻക്വയറി അതിൽ നടത്തിയിട്ടില്ല എന്നാണ്. നമ്മുടെ മാധ്യമങ്ങളൊന്നും തന്നെ അതിനെക്കുറിച്ച് പറയുന്നില്ല. കാരണം മാധ്യമങ്ങൾ പറഞ്ഞത് തെറ്റി എന്നുള്ളതാണ്. ഇദ്ദേഹം തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടാണ് ആത്മഹത്യ ചെയ്തത്. അദ്ദേഹത്തിൻ്റെ തെറ്റിദ്ധാരണ
മാറ്റേണ്ടതാണ്. പക്ഷെ അദ്ദേഹം ആത്മഹത്യ ചെയ്യുമ്പോൾ പോലും അദ്ദേഹത്തിന്റെ സഹധർമ്മിണി ആ കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരു ലോണിന്റെ കാര്യത്തിൽ ഈ അടവ് നടത്തിയതിന്റെ പേരിൽ പ്രശ്നം ഉണ്ടാവാം, പക്ഷെ ഇതൊന്നും ആയാലും ഇവിടെ ചെക്ക് ചെയ്യപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ അത് ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ള ഒരു കാര്യം, അദ്ദേഹത്തിന് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു എന്നുള്ളത് ഒരു ആത്മഹത്യയിൽ വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്. പക്ഷെ മാധ്യമങ്ങൾ അത് പറയുന്നില്ല. പേരിലായാലും തെറ്റിദ്ധാരണകൾ പടർത്തുക എന്നുള്ളതാണ് ഇപ്പോൾ മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു BJPയുടെ നേതാവ്, കർഷക സംഘിന്റെ നേതാവ്, അദ്ദേഹം തെറ്റിദ്ധരിക്കപ്പെട്ട് ആത്മഹത്യയിലേക്ക് എത്തിപ്പെടുമ്പോൾ പോലും അതിന്റെ സത്യം എന്താണെന്ന് പറയാൻ നമ്മുടെ മാധ്യമങ്ങൾ തയ്യാറാവുന്നില്ല. അന്നൊരു കോവിഡ് കാലത്ത് പട്ടികൾക്കും പറവകൾക്കും കോഴിക്കുഞ്ഞുങ്ങൾക്കും ഭക്ഷണം നൽകണേ എന്ന് കരുണ ചൊരിഞ്ഞൊരു കരുതൽ തമ്പുരാന്റെ ഭരണകൂടം ആ വേദനകൾക്ക് കൊടുത്ത പുല്ലുവിലയ്ക്കുള്ള മറുപടിയാണ്, അന്നം തരുന്നവന്റെ അന്നം മുട്ടിക്കുന്ന കർഷക വിരുദ്ധ നയത്തിനുള്ള മറുപടിയാണ് ഗതികേടിന്റെ നെല്ലിപ്പലകയിലെ പ്രസാദിന്റെ ഓർമ്മയാവൽ. നിരന്തരമായ ഒരു പരിപാടിയാണ് മാധ്യമങ്ങളുടെ ഈ അജണ്ടയെക്കുറിച്ച് പറയേണ്ടതും അറിയേണ്ടതുമുണ്ട്. അത് മാധ്യമങ്ങൾക്ക് കുറച്ചൊക്കെ മനസ്സിലായി വരുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. എല്ലാവർക്കും നന്ദി.